this idiot?
ധ്രുവ എന്തോ റമൈക്ക അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ധ്രുവമോൾ ഒന്ന് വെയിറ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ ഗസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റഹ്മാനിക്ക എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, ഷോസ് ഒക്കെ ഷോസ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇന്ത്യക്ക് അകത്തും പുറത്തും വളരെ തിരക്കേറി ഷോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ? എം ജി സാറിന്റെ കൂടെ. പറയേ, ഇപ്പൊ ശരത് സാറൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് ഷോസ് ചെയ്യുന്നു. എന്താണ് എം ജി സാറിനെ കുറിച്ച് ഇക്കയ്ക്ക് പറയാനുള്ളത്? ഞാൻ 21 വർഷമായി സാറിന്റെ കൂടെ. അതായത് ഒരു മാരേജ് ഫംഗ്ഷനാണ് സാർ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിനെ വിളിക്കുന്നത്. അതിനുശേഷം ഒരു 21 വർഷമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഇനി അടുത്ത മാസം ന്യൂസിലാൻഡിൽ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ സൂപ്പർ. പിന്നെ പ്ലേ ബാക്കിംഗ് ചെയ്തു അല്ലേ? അതെ, അറബി ഒട്ടകവും സാറിന്റെ തന്നെ മ്യൂസിക്കില് മാധവേട്ടൻ. സൂപ്പർ. ശരത് സർ. റഹ്മാനെ, എന്താ സാർ? സലാം അലൈക്കും. വലൈക്കും അസ്സലാം. സുഖമല്ലേ? സുഖമായിട്ട് വന്നു സാർ. എന്തൊരു എനർജിയാന്നറിയാം റഹ്മാന്. സ്റ്റേജിൽ കയറിയാൽ അല്ലാത്തപ്പോൾ കുഴഞ്ഞു പറഞ്ഞൊക്കെ നടക്കുന്നതാണ്. റഹ്മാനെ, ഞാൻ ആദ്യമായിട്ട് റഹ്മാനെ കാണുന്ന എം ജി ആറിന്റെ പ്രോഗ്രാമിന് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പുലി ഉറുമത് വല്ലാത്തൊരു ഉറുമലായിരുന്നു. സ്റ്റേജ് മൊത്തം ഇളക്കി മറിച്ച്. ചുമ്മാ അണ്ണാച്ചി വിടാത്തത്. റഹ്മാൻ ഒരു ഉഗ്രം പാട്ടുകാരൻ കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. കുറെ സന്തോഷം റഹ്മാനെ. ഉഗ്രായിട്ട് പാടി. അല്ലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മോള് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്നലെ എല്ലാം ഗ്രൂമിങ് കഴിഞ്ഞിട്ടും വന്ന് നമ്മള് പാടി നോക്കിയായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം അല്ലേ ധ്രുവ? മോളെ, ഉഗ്രം പാട്ടടാ. എന്താ കോമ്പസിഷൻ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് നമുക്ക് പിടിക്കാം. മ്യൂസിക് ചെയ്തത് ഇളയരാജ സർ, പിന്നെ എഴുതിയത് വാലി സർ, പിന്നെ പാടിയത് SP ബാലസുബ്രഹ്മണ്യൻ സാറും, പിന്നെ KS ചിത്രാമ്മയും, പിന്നെ മൂവി ഗോപുരവാസലിലെ ഇറങ്ങിയ ഇയർ 1991. ഇത്ര വരെ പഠിച്ചു. എന്നോടൊന്ന് പറഞ്ഞു തരായിരുന്നില്ലേ നേരത്തെ? പറയാറുന്നില്ലേ ഇത്? അല്ല, എന്നാ ഞാനൊരു ചോദ്യം. ഇത്രയും ഡീറ്റെയിലിംഗ് മോക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ ഡയറക്ടർ ആരായിരുന്നു? ഗോപുരവാസലിലെ ഫാസിൽ സാറല്ലേ? അല്ല, പ്രിയദർശൻ. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രിയൻ അണ്ണാച്ചിയാണ് ഇതിന്റെ ഡയറക്ടർ. നല്ല പടമാണ്, ഉഗ്രം പടമാണ്. അപ്പൊ മക്കളെ, എന്തൊക്കെയായാലും ഒരു ഉഗ്രം പാട്ട്. രാജാസാറിന്റെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഞാനൊരു 5 ദിവസം മുമ്പ് രാജാസാറിന് വേറൊരു പാട്ട് പാടി, പുതിയത്. അപ്പൊ അതെനിക്കിപ്പോ പെട്ടെന്ന് സാറിനെ പറ്റി പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഓക്കെ, സൂപ്പർ പാട്ട്. ഇത് ഏത് രാഗമാണ്? രാജാസാറിന്റെ വേറെ പാട്ടുകൾ അറിയാമോ ഈ രാഗത്തില്? ക്ലൂ കൊടുക്കണം. അത് മായാമാളകയുള്ള രാഗമാണ് മോളെ. നല്ല ക്ലൂ. ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അങ്ങനാണോ? ചേച്ചി, പിന്നെ അത് മഞ്ജരിയെ കൊണ്ട് നമ്മളത് കുറച്ച് പാടി. മഞ്ജരി അത് നമുക്ക് പാടി തുടങ്ങാം. അതൊക്കെ ചേച്ചി വെയിറ്റ്, എന്നോട് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുദേവിക്കോവിലിനുള്ളിൽ തിറയാട്ട കുമ്മിടാം, ഈ കുഞ്ഞാങ്കിളി കൂവുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. മതി ചേച്ചി, താങ്ക് യു. ബ്യൂട്ടിഫുൾ. മക്കളെ, എന്തോ അല്ല, ഇതിൽ നമ്മൾ ഒരു രാഗം എടുക്കും മക്കളെ. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഈ രാഗത്തിലുള്ള പാട്ടുകളൊക്കെ എവിടെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ മക്കളെ. ഇത് മറ്റേ ഈ റീൽസ് കാണുന്ന സമയത്ത് ഇതിനും കൂടെ കുറച്ച് സമയം കളഞ്ഞാൽ മതി. മായാമാളകയുള്ള സോങ്സ് നടിച്ചാൽ തന്നെ വരും മോളെ, ലിസ്റ്റ് വരും. മധുര മാരി കൊഴുന്ത് വാസം അറിയാവോ? ഏതാ? പാട്. എനിക്കറിയില്ല. പിന്നെ അറിയാന്ന് പറഞ്ഞ ഫ്രോഡല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ അല്ല, മധുര മാറി കൊഴുന്ത് വാസം മധുര മാറി കൊഴുന്ത് വാസം മാനോട് പാ
மாறிக்கொழுந்து வாசம் ஏ ராசாவே உன்னுடைய நேசம். மதுரை மாறிக்கொழுந்து வாசம் ஏ ராசாவே உன்னுடைய நேசம். ഓ സൂപ്പർ. അപ്പൊ അതൊക്കെ നോക്കി പൂങ്കതവേ താഴ്ത്തിറവായി അറിയാം. പൂങ്കതവേ അതൊക്കെ പഠിച്ചു വെക്കണം മോളെ. ദീപൻ ചക്രവർത്തി എനിക്ക് തോന്നുന്നു ആദ്യം പാടിയ പാട്ടാണ്. ദീപൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ തിരുച്ചി ലോകനാഥൻ സാറിന്റെ മകനാണ്. അദ്ദേഹത്തിന് വേറൊരു മകനും കൊണ്ടുണ്ട്, TL മഹാരാജൻ. അസാധ്യമായിട്ട് പാടും, ഒരു നിവൃത്തിയില്ലാത്ത പാട്ടുകാരനാണ്. ചുമ്മാതെ പാടും ഏത് പാട്ടും. സംഗതികളൊരു ഡിഫറൻറ്റ് പിന്നെ ഒരു ഉഗ്രം പാട്ടാണ് മക്കളെ അത്. ഭയങ്കര രസമുള്ള പാട്ട്. തിരുത്തേകം നീലന്താനേ തേനിൽ നനൈந்தது என் உள்ளம் நானே நாரே மங்கள வாழ்த்தொலி கீதம் பூங்கதவே தாழ்த்திரவாய் பூவாய் பெண் பாவாய் பொன்மாலை சூடிடும் பூவாய் பெண் പാവായ്. ഇത് പാട്ട് കേട്ടോ. അല്ല ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോണം മോളെ. ഇത് നമുക്ക് മോളെ ഈ പല്ലവി പാടിക്കഴിഞ്ഞിട്ട് അല്ല റോമ പാടി വരുന്നിട്ട് അതിൻ്റെ എൻട്രി ഇല്ല മോള് വരുന്നത്, അത് കുറച്ച് നന്നാക്കായിരുന്നു. അതെന്തോ ഒരു ചേർച്ചക്കുറവ്. അത് മോക്ക് മനസ്സിലായോ? പല്ലവിയിലേക്ക് തുടങ്ങുന്നില്ലേ? ആ അതൊന്ന് പെർഫെക്റ്റ് ആയാൽ നമ്മൾ രക്ഷപ്പെടും. റഹ്മാൻ അത് இதயம் இடமாறும் இளமை பரிமாறும் அமுதம் வழிந்தோடும் அழகில் கலந்தாட இடம் தரும். അത് മോളെങ്ങനെ തരനീന ഏതാ പാടുന്നേ? പാടിക്കോ. ആ അത് മോളെ ദൈവം കേൾക്കുന്ന കേൾക്കുന്ന എനിക്ക്. ആ ഇപ്പൊ ഈ ഫ്രേസിലൊക്കെ ആ ഒരു C # 7 എന്ത് ബ്യൂട്ടിഫുൾ ആണ് രാജാ സാർ അത് കൺസീവ് ചെയ്തേക്കുന്നത്. ആ മപ്പതനിക്ക് ആ ഒരു കാർഡ് നമ്മുടെ മനസ്സിൽ വിചാരിക്കത്തില്ല. അത് പോട്ടെ, അത് ആ തല, അത് അങ്ങനെ ഒരു തല. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ തലേന്ന് വിളിക്കുന്നത്. പിന്നെ എല്ലാം നന്നായിരുന്നു. പിന്നെ എനിക്ക് ഉള്ള ഒരു ഡൗട്ട്, കോവിലുക്കുള്ളിട്ട് ആ മേളിലെ മോളെ നോട്ടൊന്ന് ഹിറ്റ് ചെയ്യാടാ, ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് പാടാമോ? ആ മോളെ ഏട്രി വൈത്ത ദീപമല്ലവോ കാതലിക്ക് കാത്തിരുന്ന കാഴ്ച തന്നതോ. കാഴ്ച പറഞ്ഞ കാഴ്ച. ആ അതേ ഉള്ളു. അത് ഒന്ന് കൃത്യമായിട്ട് അത് ഹിറ്റ് ചെയ്തില്ല മോള്, കുറച്ച് ഫ്ലാറ്റായിപ്പോയി. വേറൊന്നുമില്ല, മറ്റേത് നല്ല രസം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു മക്കളെ. ഈ ഒരു പാട്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു. റഹ്മാനെ താങ്ക് യു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു ശരത് സാർ. മനോജേട്ടാ, രാജാ സാറിന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധകനായി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഞാൻ എന്നെ കാണുകയാണ്. ഈ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത്രയും മനോഹരമായ സാറിന്റെ ഒരു പാട്ടെടുത്ത് പാടിയതിന് റഹ്മാന് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഇവിടെ വന്നതിലും ഈ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ വേദി വലിയൊരു ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയധികം കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു പ്രോഗ്രാമാണ്. റഹ്മാൻ നമ്മൾ പണ്ട് എവിടെയോ സ്റ്റേജിലല്ലേ പാടാൻ നേടാൻ സ്റ്റേജിൽ കണ്ടു. അവിടെ കണ്ടു. MG അണ്ണൻ്റെ കൂടെയാണ് വർഷങ്ങളായിട്ടല്ലേ? അതെ, കൂടുതലും SPB സാറിന്റെ അല്ല എല്ലാ പാട്ടുകളും പാടും, എല്ലാം പാടും. പക്ഷെ സാറിന്റെ SPB സാറിന്റെ ഒരു ചെറിയ നല്ല ചായ ഉണ്ട്, വോയിസിൽ കിടപ്പുണ്ട്. ഭയങ്കര രസമായിട്ട് പാടി. അതിന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ എത്രയും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ. മോൾ അതിനെ ഒപ്പിച്ചു എന്നുള്ളതാ മഞ്ഞക്കിളി. ഈ മഞ്ഞക്കിളി അസലായിട്ട് പാടി കേട്ടോ. ആ പടത്തിന്റെ ആ സോങ്ങിന്റെ കോസ്റ്റ്യൂമാണിത്. അപ്പം ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. മോളും റഹ്മാനിക്കയും ചേർന്ന് അസലായിട്ട് പാടി. ഭയങ്കര ഒരു വിരുന്നായിരുന്നു. ഇനിയും രാജസ്ഥാന്റെ പാട്ടുകൾ ഈ വേദിയിൽ ഉണ്ടാവട്ടെ എന്ന് വളരെ ഏറ്റവും വലിയ ആരാധകനായതുകൊണ്ട് ഞാൻ കൊതിക്കുകയാണ്. അസലായി കലക്കി മോളെ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി
ധ്രുവ എന്തോ സൂപ്പറായിരുന്നു മോള്, Thank you, നന്നായി ma'am. പാടി. Thank you. പിന്നെ ഈ റഹ്മാൻ ചേട്ടന് പ്രായമൊന്നും ആവാറില്ല എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടിയുടെ പ്രായത്തിലാണ് ഞാൻ എം ജി സാറിന്റെ കൂടെ പ്രോഗ്രാമിന് ആദ്യമായിട്ട് ചെല്ലുന്നത്. അപ്പൊ അപ്പോഴും ഇദ്ദേഹം അതേപോലെ തന്നെ ഇന്നും അതേപോലെ. എന്താണ് ഈ അതിന്റെ 21 എന്നുള്ളത് തെറ്റാൻ തോന്നുട്ടോ. 25 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും. അല്ല 21 കൊല്ലമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 2004 മുതലാണ് സാറിന്റെ 2004. അതെ. ഓക്കെ. അന്ന് മഞ്ചേരി ഉണ്ടായിരുന്നു. ഞാനുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയം അപ്പം അന്ന് സിനിമയിലൊന്നും പാടിയിട്ടില്ല. പക്ഷെ അപ്പോൾ എം ജി ശ്രീകുമാർ സാർ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിരുന്നു ഇങ്ങനെ പല വേദികളിലും പാടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ നോക്കിക്കണ്ട കുറച്ച് ഗായകരാണ് എം ജി ശ്രീകുമാർ സാറിൻ്റെ ഗാനമേളയിൽ പാടിക്കൊണ്ടിരുന്ന ഇവരൊക്കെ. വേറെ കുറേ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അങ്ങനെ സിംഗേഴ്സ്, പുതിയ സിംഗേഴ്സിന് മെയിലായാലും ഫീമെയിലായാലും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു വലിയ മനസ്കനാണ്, മനസ്സിന്റെ ഉടമയാണ് എം ജി അണ്ണൻ. അതെ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ലൈവ് പെർഫോമൻസ് കേരളത്തില്. അത് എം ജി സാറിന്റെ ഇതിലായിരുന്നു, ഗാനമേളയിലായിരുന്നു. പക്ഷെ അന്നും മനോഹരമായി പാടി. ഇന്നും അതേപോലെ അതേ ശബ്ദ സൗന്ദര്യം, നന്നായി പാടി. ഈ കുട്ടിക്ക് ശരിക്കും കിട്ടാവുന്ന സപ്പോർട്ടിൽ ഒരു വലിയൊരു സപ്പോർട്ടാണ് ഇന്ന് കിട്ടിയത്. അതെ. ഇനി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നറിയോ ഈ ചേട്ടന്? 21. അത് എം ജി സാറിന്റെ കൂടെ. അതെ, 32 വർഷമായി. അല്ലേ? എന്നിട്ടാണ് ഈ അങ്കിളിനാണോ പേടിപ്പിച്ച് നിർത്തിയത്? എന്തായാലും നന്നായി. സെലക്ഷൻ ആരുടെയാ? ചാനൽ തന്നതാ. ആര്? ചാനൽ തന്നതാ. നല്ല സെലക്ഷൻ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു ആര് തന്നത്? നല്ല സെലക്ഷൻ, നന്നായി പാടി മോളോ. കാരണം ഇതൊക്കെ ഈ റെയർ സോങ്സ് ഒന്നും ആരും അങ്ങനെ എടുത്ത് പാടുന്നല്ലോ അല്ലേ? പഠിക്കാൻ കുറെ സമയം എടുത്തോ? ഒരു 2 ദിവസം 3 ദിവസം അത്രേ ഉള്ളു. ചെറിയ കാര്യമൊക്കെ ഇതല്ലേ അല്ലേ? ഭംഗിയാ, എന്തായാലും ഭംഗിയാ. ഇപ്പൊ നേരത്തെ മായാമാളവ ഗൗള എന്ന രാഗത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ രാജാ സാർ എത്രയോ കോമ്പോസിഷൻസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ മോൾ ഒരു ചിരി കണ്ടാൽ പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സാറിന് വേണ്ടി പാടുന്നൊരു പാട്ടത്. അപ്പോൾ നമ്മള് മ്യൂസിഷ്യൻസ് എപ്പോഴും തുടങ്ങുന്നത് മായാമാളവ ഗൗളയിലാണ്, സരളി വർഷകളും ഇതൊക്കെ. അപ്പം എൻ്റെ ഒരു സംഗീത കരിയർ തുടങ്ങിയത് ഈ ഒരു രാഗത്തിൽ തന്നെയാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് ഈ രാഗത്തിൽ തന്നെ ഒരുപാട് വേറെയും പാട്ടുകൾ സാറ് ചെയ്തത്, ആ സാറിനോടൊപ്പം ഡ്യുവറ്റ് പാടിയിട്ടുമുണ്ട് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ഒരു രാഗ കൂടിയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ധ്രുവ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മഞ്ജരി ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ശരത് സർ, എന്തോ ധ്രുവ മോളുടെ മാർക്ക് പറയാൻ പറ്റില്ല പാറു. ഐ ആം റിയലി വെരി സോറി. എന്താ റഹ്മാനെ, യെസ്, മറ്റേ പുലി ഉറുമ്പതൊന്ന് പാടാമോ? ഒരു ഓളത്തിന് വേറൊരു പാട്ട് പാടാം. വേറൊരു പാട്ട് പാടാന്ന്. എലി ഉറുമ്പത് വേറെ ഏത്? ഒരു ഗുംപാട്ട് പാടാം. രാജാസാറിന്റെ ഇളമൈ പാടാം. ഇത്ര നേരം രാജാസാറിനെ പറ്റി എടേ പിടിയടാ. இளமை இதோ இதோ இனிமை இதோ இதோ காலேஜ் டீனேஜ் பெண்கள் எல்லோர்க்கும் என் மீது கண்கள். இளமை இதோ இதோ இனிமை இதோ இதோ. എന്തായിരുന്നു അത്? സൂപ്പർ സൂപ്പർ. ഓക്കെ, ഹാപ്പി അല്ലേ? വളരെ. മാർക്സ് 8.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.5 മാർക്സ്. താങ്ക് യു മാം. മനോജ് ചേട്ടാ. ഓക്കെ, സോ ടോട്ടൽ 16.9. സൂപ്പർ. താങ്ക് യു റഹ്മാനിക്ക. താങ്ക് യു സോ മച്ച് റഹ്മാനിക്ക. അടിപൊളിയായിട്ട് പാടി. കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. ധ്രുവ, എന്തോ അങ്കിളിനൊരു താങ്ക്സ് പറയണ്ടേ? അതെ. അപ്പൊ എന്റെ കൂടെ വന്ന് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത റഹ്മാൻ അങ്കിൾക്ക് ഒരു വലിയ താങ്ക് യു. അതുപോലെ തന്നെ എനിക്ക് ഒരു സമ്മാനം കൂടെ കൊടുക്കാനുണ്ട്. ഒരു ചെറിയ സമ്മാനം തരാനുണ്ടെന്ന്. ഓക്കെ, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. രണ്ടുപേരും തകർത്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.